വെൽക്കം ടു മൂവി ബ്രാൻഡ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എങ്ങും ചർച്ചാ വിഷയം മോഹൻലാൽ സിനിമ മലൈക്കോട്ടെ വാലിബനാണ്. അനൗൺസ് ചെയ്യപ്പെട്ടപ്പോൾ മുതൽ പ്രേക്ഷകരിൽ വലിയ പ്രതീക്ഷയുണർത്തിയ ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. ഏറെ നാളുകൾക്ക് ശേഷം അതിരാവിലെയുള്ള ഷോകൾ സജീവമായതും മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബന് വേണ്ടിയാണ്. മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് കുറിപ്പുമായി നടി മഞ്ജു വാര്യർ. ലിജോ ജോസ് പെല്ലിശ്ശേരി എങ്ങനെ വ്യത്യസ്ത ആശയങ്ങളിലൂടെയും ചിത്രീകരണ രീതികളിലൂടെയും നമ്മളെ വിസ്മയിപ്പിച്ചോ അത് വാലിബനിലും തുടരുമെന്ന് മഞ്ജു കുറിച്ചു. മലയാളത്തിൽ അദ്ദേഹത്തിന് മാത്രം ചെയ്യാനാവുന്ന ഒന്നാണ് വാലിബൻ. ട്രെയിലർ കണ്ട ശേഷം ഒരു ഫാന്റസിയുടെ ലോകത്തേക്ക് പറക്കാനുള്ള മനസ്സുമായാണ് മലൈക്കോട്ടെ വാലിബൻ കണ്ടതെന്നും പണ്ടെങ്ങോ വായിച്ചു മറന്ന ഒരു ചിത്രകഥയെ സിനിമ ഓർമ്മിപ്പിച്ചുവെന്നും മഞ്ജു ഫേസ്ബുക്കിൽ കുറിച്ചു. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സിനിമയിൽ സൃഷ്ടിച്ചെടുക്കാൻ പ്രയാസമുള്ള രണ്ട് കാര്യങ്ങളാണ് നർമ്മവും ഫാന്റസിയും. അതിലെ അയുക്തികളാണ് അതിന്റെ സൗന്ദര്യം. ഗന്ധർവനും യക്ഷിയുമൊക്കെ നമ്മുടെ കഥാ പരിസരങ്ങളിൽ എപ്പോഴും ചുറ്റിത്തിരിയുന്നവരാണ്. അതിന്റെ യുക്തിഭദ്രത ചോദ്യം ചെയ്യുന്നതിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല. ട്രെയിലർ കണ്ട ശേഷം ഒരു ഫാന്റസിയുടെ ലോകത്തേക്ക് പറക്കാനുള്ള മനസ്സുമായാണ് മലൈക്കോട്ടെ വാലിബൻ കണ്ടത്. ചതിയന്മാരായ മല്ലന്മാരും കുബുദ്ധിക്കാരായ മന്ത്രിമാരും ചോരക്കൊതിയന്മാരായ രാജാക്കന്മാരും ക്രൂരന്മാരായ പടയാളികളും ഒപ്പം നല്ലവരായ ജനങ്ങളും നർത്തകരും മയിലാട്ടക്കാരും എല്ലാം പണ്ടെങ്ങോ വായിച്ചു മറന്ന ഒരു ചിത്രകഥയെ ഓർമ്മിപ്പിച്ചു. കടും ചായം കോരി ഒഴിച്ചൊരു കാൻവാസ് പോലെ ഭ്രമിപ്പിക്കുന്ന മധു നീലകണ്ഠന്റെ ഫ്രെയിമുകളും തിയേറ്ററിൽ നിന്നിറങ്ങിയിട്ടും മനസ്സിൽ പെരുമ്പറ കൊട്ടുന്ന പ്രശാന്ത് പിള്ളയൊരുക്കിയ പശ്ചാത്തല സംഗീതം. അഭിനയം കൊണ്ടും ആകാരം കൊണ്ടും വാലിബനിലേക്ക് കൂടുവിട്ട് കൂടുമാറിയ ലാലേട്ടനെ പറ്റി എന്തു കൂടുതൽ പറയാൻ. വാലിബൻ ഒരു കംപ്ലീറ്റ് LJP സിനിമയാണ്. ഇതിനു മുൻപ് അദ്ദേഹം എങ്ങനെ വ്യത്യസ്ത ആശയങ്ങളിലൂടെയും ചിത്രീകരണ രീതികളിലൂടെയും നമ്മളെ വിസ്മയിപ്പിച്ചു അത് വാലിബനിലും തുടരുന്നു. മലയാളത്തിൽ അദ്ദേഹത്തിന് മാത്രം ചെയ്യാനാവുന്ന ഒന്ന്. പോസ്റ്റിൽ മഞ്ജു പറഞ്ഞു. വ്യാഴാഴ്ചയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ റിലീസായത്. പതിവ് ലിജോ ചിത്രങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ തന്നെ സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ലിജോ ജോസിന്റെ പതിവ് ക്ലാസ് ചിത്രമാണെന്നാണ് ചിലരുടെ അഭിപ്രായം. മലയാളത്തിൽ ലിജോ ജോസിന് മാത്രം സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് വാലിബൻ എന്നും ഇവർ പറയുന്നു. അതേസമയം മോഹൻലാലിൽ നിന്നും മാസ് പ്രതീക്ഷിച്ചു പോയ ആരാധകർ പലരും കടുത്ത നിരാശയാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ പലരും ഒരു മുത്തശ്ശി കഥ പോലെ സിനിമ ആസ്വദിച്ച് മികച്ച കാഴ്ചാനുഭവം ലഭിച്ചുവെന്നാണ് അഭിപ്രായപ്പെടുന്നത്. മഞ്ജുവിന്റെ റിവ്യൂവിന് താഴെയും പോസിറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന യാതൊരു കഴമ്പുമില്ലാത്ത സിനിമകളിൽ നിന്ന് മാറ്റി ഇത്തരം നല്ല സിനിമകൾ കാണാൻ നമ്മുടെ തലമുറ തയ്യാറാവട്ടെ. മലൈക്കോട്ടെ വാലിബൻ ഒരു സ്ലോ പോയിസൺ ആണ്. ഒരു ലിജോ മാജിക്, ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ് മലൈക്കോട്ടെ വാലിബൻ അനുഭവപ്പെട്ടത്. ഓരോ സീനുകളും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണിപ്പോഴും എന്നെല്ലാമാണ് കമന്റുകൾ. പ്രണയവും വിരഹവും ദുഃഖവും അസൂയയും സന്തോഷവും പ്രതികാരവുമുള്ള ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. സൊണാലി കുൽക്കർണി, ഹരീഷ് പേരടി, ഡാനിഷ് സെയ്ദ്, മനോജ് മോസസ്, കഥാനന്ദി, മണികണ്ഠൻ ആചാരി തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഷിബു ബേബി ജോൺ, അച്ചു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ്, കൊച്ചുമോന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഫിലിംസ്, അനൂപിന്റെ മാക്സ് ലാബ്, വിക്രം മെഹ്റ, സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സരിഗമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ.